ദിലീപിന് വലിയ ആശ്വാസം സംഭവിക്കുന്നു. ദിലീപിനെതിരെ പ്രോസിക്യൂഷന് ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് വിധിക്കുന്നു. കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ ആദ്യത്തെ 6 പ്രതികൾക്ക് കുറ്റക്കാർ എന്നുള്ള മുദ്ര ചാർത്തപ്പെടുന്നു. ഇവർക്കെതിരെ കൂട്ടബലാത്സംഗം, ഗൂഢാലോചന എന്നിവ തെളിയുന്നു. ദിലീപിന് പുറമെ 7, 9, 15 പ്രതികളെ ഒഴിവാക്കിയാണ് കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട വിധി പ്രസ്താവം വരുന്നത്. മഞ്ജു വാര്യർക്കും പോലീസിനുമെതിരെ അതിനിശ്ചിതമായ വിമർശനമാണ് കുറ്റമുക്തനാക്കിയ ശേഷമുള്ള ദിലീപിന്റെ ആദ്യ പ്രതികരണത്തിലുണ്ടായത്. ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന് മഞ്ജു പറഞ്ഞെടുത്തു നിന്നാണ് തനിക്കെതിരെ നീക്കം ആരംഭിച്ചത്. അന്നത്തെ പോലീസ് മേലുദ്യോഗസ്ഥയും അവർ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസും മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് കള്ളക്കഥയുണ്ടാക്കി. അതിനായി മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ചുവെന്നാണ് കോടതിയിൽ ദിലീപ് പറഞ്ഞത്. ഈ കള്ളക്കഥ കോടതിയിൽ പൊളിഞ്ഞതായും ദിലീപ് പ്രതികരിച്ചു. യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എൻ്റെ കരിയർ, എൻ്റെ ഇമേജ്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞില്ല കേട്ടോ, ഞാനൊന്ന് 1 പ്രാവശ്യം ഒന്ന് താഴ്ത്തി പിടിക്കും ഇന്ന് എനിക്ക് എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും, എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ലോയേഴ്സ്, അതില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാമൻപിള്ള സാർ, അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുജേഷ് മേനോൻ, പിന്നെ എൻ്റെ കോളേജ് മേറ്റ്, എൻ്റെ സീനിയർ ആയിരുന്ന ഫിലിപ്പ് ടി വർഗീസ്, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ശുഭ, നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ്, അതുപോലെ സുപ്രീം കോടതിയിലെ മോൾ റോത്തഗി സാർ, രഞ്ജിത റോത്തഗി, പ്രഗ്യ മാം, വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ്, എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ 9 വർഷക്കാലത്തോളം ജീവിപ്പിച്ച, എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം. ആരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? ആരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? ആരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആര് ഉണ്ട്? ആ ക്രിമിനൽ ഗൂഢാലോചന കേൾക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആര് എന്ന ചോദ്യം മാധ്യമങ്ങൾ ദിലീപിനോട് ഉന്നയിച്ചപ്പോൾ പേര് അത്തരത്തിൽ സംസാരിക്കാൻ ദിലീപ് തയ്യാറായില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മുൻ ഐ ജി ബി സന്ധ്യയ്ക്കെതിരെയും ഒപ്പം മുൻ ഭാര്യ മഞ്ജു വാര്യർക്കെതിരെയും ദിലീപ് വളരെ കൃത്യമായ ആരോപണം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. വ്യക്തമായി തന്നെ മഞ്ജുവിൻ്റെ പേരെടുത്ത് പറഞ്ഞാണ്. അതായത് മഞ്ജു വാര്യർ നമുക്കറിയാം, അന്ന് സിനിമാ സംഘടനകളുടെ ഈ ഇരയാക്കപ്പെട്ട നടിക്ക് അനുകൂലമായി നടന്ന യോഗത്തിൽ കൊച്ചിയിൽ വെച്ച് സംസാരിച്ചപ്പോൾ, മറൈൻ ഡ്രൈവിലെ ആ യോഗത്തിൽ സംസാരിച്ചപ്പോൾ ഇതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടെടുത്തതെന്നാണ് ദിലീപിനെതിരെയുള്ള സംശയം തുടങ്ങുന്നതും പിന്നീട് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുന്നതും മറ്റും. പൾസർ സുനിയും ദിലീപുമായുള്ള ബന്ധമടക്കം പിന്നീട് ചർച്ചയായപ്പോൾ പൾസർ സുനിയുടെ ആരോപണം, മൊഴി അടക്കം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗൗരവതരമായ അന്വേഷണം ആരംഭിക്കുകയും ദിലീപ് അറസ്റ്റിലാവുകയും മറ്റും ചെയ്തത്. അങ്ങനെ വളരെ നിർണായകമായ ചില കാര്യങ്ങൾ ഇന്ന് ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന കാര്യം. വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷൻ തീരുമാനം. വിധിപ്പകർപ്പ് ലഭിച്ച ശേഷമാകും തുടർ നടപടികൾ. 12-ാം തീയതിയാണ് ശിക്ഷ വിധിക്കുക.
ടോം കുര്യാക്കോസ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി പോളും ആജ്ഞ രവീന്ദ്രനും തുടരും. ആദ്യം ടോമിലേക്ക്. ടോം, ഇപ്പോൾ കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് സാഹചര്യ തെളിവുകൾ മാത്രമാണ്. കൃത്യമായ ഡയറക്റ്റ് എവിഡൻസിലേക്ക് പ്രോസിക്യൂഷന് പോകാൻ സാധിച്ചില്ല. അത് ഇന്നലെ തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഇരയുടെ അഭിഭാഷകയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കും ഈ പറഞ്ഞതുപോലെ വലിയൊരു കോൺഫിഡൻസ് ഇല്ല. പക്ഷേ അപ്പോഴും കോടതി ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നത് മാത്രമായിരുന്നു. ഇന്നിപ്പോൾ എന്താണ് നിയമവൃത്തങ്ങളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്? എന്തുകൊണ്ടാണ് നിയമത്തിന്റെ ആനുകൂല്യം ദിലീപിന് കിട്ടിയത്? രഞ്ജിത്ത്, നമുക്കറിയാം ഈ കേസിൽ, ഈ നടിയാക്രമണ കേസിൽ ദിലീപ് 8ാം പ്രതിയാണ്. ഗൂഢാലോചന കുറ്റമായിരുന്നു ദിലീപിനെതിരെ ചുമത്തിയിരുന്നത്. അതായത് കേസിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി ഉൾപ്പെടെയുള്ള ആദ്യത്തെ 6 പ്രതികൾ, ഈ 6 പ്രതികളും ചേർന്ന് ദിലീപ് ഗൂഢാലോചന നടത്തി നടിയെ കൂട്ടബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ നൽകിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ ചില സാഹചര്യ തെളിവുകൾ കണ്ടെത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ദിലീപും ഈ കേസിലെ 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനിയും തമ്മിലുള്ള അവർ ഒന്നിച്ച് കൂടിക്കാഴ്ച നടത്തിയതിൻ്റെതായ ചില തെളിവുകൾ, ചില CCTV, ചില ദൃശ്യങ്ങൾ, ചില ഫോട്ടോകൾ. പക്ഷെ അതിനുശേഷം ജയിലിൽ നിന്നും ദിലീപിന് പൾസർ സുനി അയച്ചു എന്ന് പറയുന്ന കത്ത്, ഇതായിരുന്നു പ്രധാനമായും ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ കത്തുൾപ്പെടെ അത് ദിലീപിനെതിരായിട്ടുള്ളൊരു തെളിവായി കണ്ടെത്താൻ കോടതിക്ക് കഴിഞ്ഞില്ല. അതുതന്നെയാണ് പ്രധാനമായും പ്രതിഭാഗത്തിന് അനുകൂലമായത്, അതായത് ദിലീപിന് അനുകൂലമായത്. കഴിഞ്ഞ 8.5 വർഷത്തോളം ദിലീപിനെ സംശയനിഴലിൽ നിർത്തിയ ഒരു കേസ് കൂടിയാണ്. അതായത് സംഭവം നടന്നത് 2017 ഫെബ്രുവരി 17-നാണെങ്കിൽ ദിലീപ് അറസ്റ്റിലാകുന്നത് ജൂലൈയിലാണ്. അതായത് മാസങ്ങൾക്ക് ശേഷമാണ് ദിലീപ് അറസ്റ്റിലാകുന്നത്. അതും ഒരു പക്ഷേ ഈ കേസിൽ ദിലീപിനെതിരായിട്ടുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് തിരിച്ചടിയായി കഴിയാതെ പോയി എന്ന് തന്നെ കരുതേണ്ടി വരും. പക്ഷെ എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രോസിക്യൂഷൻ ഈ കേസിൽ അപ്പീൽ നൽകുന്നുണ്ട്, മേൽക്കോടതി സമീപിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഈ കഴിഞ്ഞ 7.5 വർഷക്കാലം എന്താണോ കോടതിയിൽ സംഭവിച്ചത്, നിയമ പോരാട്ടങ്ങൾ, സുപ്രീം കോടതി വരെയുള്ള നിയമ പോരാട്ടങ്ങൾ കണ്ടു. ഇനിയും നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം സർക്കാർ അത് മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് ഹർജി നൽകും, ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ നൽകുമെന്ന് നിയമമന്ത്രി പി രാജീവും വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി എന്താണ് സർക്കാരിന്റെ, പ്രോസിക്യൂഷന്റെ നടപടികൾ എന്നുകൂടി പരിശോധിക്കണം. ഡാനി ഇപ്പോൾ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഏവരും ഉറ്റുനോക്കിയ ഒരു വിധിയായിരുന്നു. കാരണം ദിലീപ് കുറ്റക്കാരനാകുമോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം കഴിഞ്ഞ 8.5 വർഷത്തോളം ദിലീപിനെ സംശയനിഴലിൽ നിർത്തിയൊരു കേസാണ്. ദിലീപ് ഈ കേസിൽ ഗൂഢാലോചനയുണ്ട്, ദിലീപിന്റെ കൊട്ടേഷനായിരുന്നു ഈ കൂട്ടബലാത്സംഗം എന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ച വാദങ്ങൾ. അതായിരുന്നു കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങളായിരുന്നു അതായിരുന്നു. പക്ഷെ ആ വാദങ്ങളെല്ലാം എന്തുകൊണ്ടാണ് കോടതി പരിഗണിക്കാതിരുന്നത്? ഇതിൽ പ്രധാനമായും ടോം, ഇതിൽ വലിയ രീതിയിലുള്ളൊരു തെളിവുകളുടെ ഒരു ശേഖരം അല്ലെങ്കിൽ സാക്ഷിമൊഴികൾ സംബന്ധിയായ കാര്യങ്ങളിൽ തുടക്കത്തിൽ സമർത്ഥിച്ചിരുന്നൊരു കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലേക്ക് വരുമ്പോഴേക്കും പിന്നീട് കേസിൻ്റെ വിചാരണ ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം അതിൽ സാക്ഷികൾ കൂറുമാറിയുന്നത് 1-2 പേരല്ല, 28 സാക്ഷികളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂറുമാറ്റം നടത്തിയതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ രേഖപ്പെടുത്തിയ സാക്ഷികളെല്ലാം ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നതൊന്നും തന്നെയല്ല, പിന്നീട് പറയുന്നതല്ല. അവരെല്ലാവരും തന്നെ ദിലീപിൻ്റെ അടുപ്പക്കാരും ബന്ധുക്കളും അങ്ങനെയുള്ളവരുടെ നിര തന്നെയാണ്. പക്ഷെ ഇവരെല്ലാവരും തന്നെ വളരെ കൃത്യമായി കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങളായിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് വന്നപ്പോൾ അതിൽ നിന്ന് മാറ്റം വന്നിരുന്നു. പലരും തന്നെ ഈ കാര്യങ്ങളിൽ നിന്ന് പിന്നാക്കം പോവുകയും അങ്ങനെ സുപ്രധാനമായ സാക്ഷിമൊഴികൾ പലതും തന്നെ നഷ്ടപ്പെട്ടതായിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഈ കേസിൻ്റെ ഒരു വിചാരണയിലേക്ക് പോകുമ്പോൾ തന്നെ അവർക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല പിന്നീട് ഗൂഢാലോചന എന്നൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഗൂഢാലോചന 120B കുറ്റകരമായൊരു ഗൂഢാലോചന എന്ന വകുപ്പുകളിലെല്ലാം തന്നെ വരുമ്പോൾ അത് തെളിയിക്കപ്പെടുക എന്നത് വളരെ ശ്രമകരമായ, അല്ലെങ്കിൽ നിരവധിയായ തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും എവിടെയെങ്കിലും ചോർന്നു പോകാൻ കഴിയുന്ന അത്തരം സാധ്യതകളുള്ള ഒരു വകുപ്പുകളെല്ലാം തന്നെയാണ്. പക്ഷെ അത് ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. ദിലീപിനെതിരെ ഈ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ദിലീപിനെതിരെ പറയുമ്പോൾ അത് ശ്രമകരമായിട്ട് തന്നെ അതിൽ പ്രോസിക്യൂഷൻ വലിയ രീതിയിലേക്കുള്ള ശ്രമങ്ങൾ നടത്തുന്നു എങ്കിൽ കൂടിയും അത് കോടതിയിൽ തെളിയിക്കാൻ കഴിയാതെ പോകുന്നു എന്നതാണ്. കോടതി തെളിവുകളെ ആസ്പദമാക്കി മാത്രം മുന്നോട്ട് പോകുമ്പോൾ ഈ പുറത്തുനിന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്നുമല്ല കോടതിയിലേക്ക് വരുമ്പോൾ തെളിവുകൾ സംബന്ധിയായ കാര്യങ്ങൾ തന്നെയാണ്. നേരത്തെ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ബി രാമൻപിള്ള അദ്ദേഹം പറഞ്ഞതുപോലെ ഇതിൽ വലിയ രീതിയിലുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ ദിലീപിനെതിരെ നടന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ദിലീപ് ഇന്ന് പറഞ്ഞതുപോലെ തനിക്കെതിരെയാണ് സത്യത്തിൽ ഗൂഢാലോചന നടന്നത്. തീർച്ചയായും. കാരണം ദിലീപ് ഇന്ന് ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, ദിലീപിന്റെ ആദ്യ ഭാര്യ
മഞ്ജു വാര്യർ ഉന്നയിച്ചൊരു കാര്യം, ഈ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ സിനിമാ പ്രവർത്തകർ അന്ന് കൂടിയ ആ സംഗമം, ആ പ്രവർത്തകരുടെ ഐക്യദാർഢ്യ ആ സമ്മേളനത്തിൽ മഞ്ജു വാര്യർ ഉന്നയിച്ച ആ ഒരു ആരോപണമുണ്ട്. ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. ആ മഞ്ജു വാര്യരുടെ പ്രസ്താവനയായിരുന്നു ദിലീപിനെ സംശയം നിലനിർത്തിയത്, ദിലീപിനെതിരെ അന്വേഷണം വന്നത്, ദിലീപ് പിന്നീട് അറസ്റ്റിലാകുകയും ചെയ്യുന്നത്, ഈ കേസിൽ പ്രതിയാകപ്പെടുന്നത്. ദിലീപ് ഇന്ന് ഉന്നയിക്കുന്നത് തനിക്കെതിരെ ഗൂഢാലോചന നടന്നു. അതായത് മഞ്ജു വാര്യർ അന്ന് ഉന്നയിച്ച അതേ ചോദ്യം ഇന്ന് ദിലീപ് തിരിച്ച് ചോദിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദിലീപിന്റെ ഭാഗത്ത് അങ്ങനെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ആരാണ് ആ ഗൂഢാലോചന നടന്നതെന്ന് ഞാൻ തന്നെയാണ് തുടക്കത്തിൽ ദിലീപിനോട് ചോദിച്ചത്. പക്ഷെ ദിലീപ് അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ആരൊക്കെ ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നതൊക്കെ സ്വാഭാവികമായിട്ടും അറിയേണ്ടതാണ് ദിലീപ് അത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ, അല്ലേ? തീർച്ചയായും. കാരണം നമുക്കറിയാം, ഈ